ഹായ് ഓൾ. ഇപ്പോൾ DRDO സെപ്റ്റംബർ 11 നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ചെയ്തതാണ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ സിലബസിൽ ഇത്തവണ ഒരു ചേഞ്ച് വന്നിരുന്നു. അപ്പം പ്രീവിയസ് ഇയറിലെ സിലബസും അതേപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. കൂടാതെ തന്നെ നമ്മളോട് പലരും ചോദിക്കുന്ന പല സ്റ്റുഡൻസും നമ്മളോട് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അത് നമുക്ക് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്, ഈ ഒരു എക്സാമിനായിട്ട് ജനറൽ അവയർനെസ് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് പലരുടെയും ഡൗട്ടാണ്. അത് ഈ പഴയ സിലബസും ഈ പുതിയ സിലബസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിയുടെ ഓൾഡ് സിലബസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ CBT 1 വരുന്ന സബ്ജക്ട്സുകൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതേപോലെ ജനറൽ സയൻസ്. ഇത്രയും ടോപ്പിക്സ് ആണെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ സയൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പം ഇത്രയും ടോപ്പിക്സുകൾ ഉണ്ടെന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് 120 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 120 മാർക്കാണ്, 90 മിനിറ്റ്സിൻ്റെ എക്സാം. പിന്നീട് CBT 2 അത് നമ്മുടെ റിലവൻറ്റ് ട്രേഡ് ഏതാണോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സിലബസിൽ, അതായത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പുതിയ സിലബസിൽ വന്നിരിക്കുന്ന CBT 1 ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് 40 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. ഇത്രയും ടോപ്പിക്സുകളാണ് അവരെടുത്തു പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസ് ഇയറിൽ ജനറൽ സയൻസും അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ സിലബസിൽ ജനറൽ അവയർനെസ് ഒഴിവാക്കിയിട്ടുണ്ട്. ജനറൽ സയൻസ് 40 ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ സിലബസ് അനുസരിച്ച് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. പക്ഷേ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒട്ടുമിക്ക എക്സാംസിലും ചോദിക്കുന്നതാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കിയേക്കുക. സിലബസിൽ ജനറൽ സയൻസും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ ഇംഗ്ലീഷും ആണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ടെക്നീഷ്യൻ എയുടെ പോസ്റ്റ് ടെക്നീഷ്യൻ എയുടെ ഓൾഡ് സിലബസ് നോക്കിയാലും അതിലും ഇതേ വ്യത്യാസം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയും പഴയ സിലബസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതായിരുന്നു ടോപ്പിക്സ് വന്നിരുന്നത്. പക്ഷേ പുതിയ സിലബസ് വന്നപ്പോൾ അവിടെയും ജനറൽ അവയർനെസ് എന്നുള്ളത് ജനറൽ സയൻസ് ആയി മാറി. അതായത് 40 ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസിന്റെ പോർഷനിൽ നിന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയി കാണും, പ്രീവിയസ് ഇയറിലെ സിലബസിൽ ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിലബസ് വന്നപ്പോൾ ടെക്നീഷ്യൻ എയിലും അതേപോലെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിയിലും ജനറൽ സയൻസിലെ 40 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നോക്കിക്കോളുക. കാരണം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ജനറൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ജനറൽ സയൻസിലെ ടോപ്പിക്സുകൾ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇതിലെ സിലബസിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നീട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലും വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം എക്സാമിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അധികം ടൈം കിട്ടിയില്ല പഠിക്കാനായിട്ട്. അപ്പോൾ ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് വേണ്ടി പഠിക്കുക. അപ്പം നമ്മുടെ NS അക്കാഡമിയിൽ നമ്മൾ DRDOയുടെ ഈ പോസ്റ്റുകൾക്കായിട്ടുള്ള കോഴ്സസ് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.